രാവിലെ തന്നെ നേരം വെളുത്തല്ലോ ഈശ്വര. ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോൾ കെട്ടും കിടക്കിയെടുത്ത് ഞങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനായ ഒരു അടിപൊളി സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ രാവിലെ പതിവ് പോലെ നമ്മുടെ സിറ്റി ലിങ്ക് പിടിച്ചു നേരെ ഡബിളിലെത്തി. അവിടുന്ന് ലോക്കൽ ഫ്ലൈറ്റായ റെയിനിയർ കയറി ഞങ്ങളുടെ ഡ്രീം ലാൻഡായ സ്വിറ്റ്സർലൻഡിൽ ഇറങ്ങി. നടപ്പ് കണ്ടാൽ തോന്നും വലിയ സെറ്റപ്പായിരുന്നു. പക്ഷേ ആദ്യം അതിന് പണി കിട്ടി ഗൈസ്, പണി കിട്ടി. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. പോയത് ഫ്രാൻസിലോട്ട്. അവിടെ 2 എക്സിറ്റ് ഉണ്ട്, ഒരെണ്ണം ഫ്രാൻസ്, ഒരെണ്ണം സ്വിറ്റ്സർലൻഡ്. ഡേ 1 ഇന്ന് നമ്മൾ ബാസലിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലോട്ട് പോവാണ് ബൈ ട്രെയിൻ. അത് രാവിലെ എണീറ്റ് പോകണമെന്നായിരുന്നു, പക്ഷേ ഒരു 10-10:30 ആയി. എന്നാലും നമുക്ക് പോയിട്ട് പറയാം. ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, വേറൊരു കാര്യം, ഇത് കണ്ടോ, ഇത് ഗസ്റ്റ് ട്രാവൽ പാസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകാർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എനിക്കറിയില്ല എല്ലാവരും പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിയില്ല. ഞങ്ങൾ താമസിച്ചത് ബാസലിലെ ഹോളിഡേ ഇന്നിലാണ്, അവർ തന്നതാണ്. അപ്പം ഇതുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ബാസലിൽ ഈ ലോക്കലിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റേ ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങൾ ഓൾറെഡി ട്രാവൽ പാസ് എടുത്തായിരുന്നു, സ്വിസ് ട്രാവൽ പാസ് എടുത്തായിരുന്നു. അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. പിന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, ഇതും പിന്നെ നമ്മുടെ ഹാഫ് ഫയർ ട്രാവൽ പാസ് പറഞ്ഞ സംഭവമുണ്ട്. അത് ചിലപ്പോൾ ഇതും അതും കൂടി ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സെറ്റായി പോകുമായിരിക്കും, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ ഇത് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു. അങ്ങനെ പതിവ് പോലെ ഹോട്ടലുകാർ ഫ്രീ ആയിട്ട് തന്ന ബ്രേക്ക്ഫാസ്റ്റും വയറ് നിറച്ച് കുത്തിക്കയറ്റി ഞങ്ങൾ യാത്രയായി. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്തെ സ്റ്റേ നല്ലതായിരുന്നു. ഹോളിഡേ ഇൻ എക്സ്പ്രസ് ബേസൽ. പക്ഷേ ഇത് കുറച്ച് എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ എന്നാലും ഓൾമോസ്റ്റ് നന്നായിട്ടുണ്ടായിരുന്നു. സ്വാതി ഇതേ ആൾഡി ഇത് ബസ് സ്റ്റോപ്പുകളാണ്. ഞങ്ങളെ നമ്മുടെ ബസ് വരുന്നുണ്ട്. ബസ് ഉണ്ടോ? അത് ഡ്രൈവർ ഉണ്ടോ നോക്കിയടി. ഡ്രൈവർ ഉണ്ടോ? എനിക്കുണ്ടല്ലോ ഇത്ര നേരം കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ബെസ്റ്റ് സംഭവം ഫയർലൈറ്റിനെ വെച്ചിട്ടുണ്ടോ. മറ്റു രാജ്യങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. ട്രാൻസ്പോർട്ടേഷൻ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. എവറി സെഗ്മെന്റ് നമുക്ക് സൂപ്പർ ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള മാർഗം ഉണ്ടാവും. ഇതുണ്ട്, ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? നല്ല കറക്റ്റ് ആണ്. ആ കറക്റ്റ് ടൈമിൽ വരും കേട്ടോ. ഇതേ പറഞ്ഞു തീർന്നില്ല. ദാണ്ട ബസ്, നമ്മുടെ ബസ് ദാണ്ട വന്നാൽ ചെയ്യും കേട്ടോ. കറക്റ്റ് ടൈം 48 SBBയിലോട്ട്, അതായത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. സെറ്റപ്പ് ബസ്. ഞങ്ങൾ ബസ് എങ്ങനെ പോവാണ്. അടിപൊളി ബസ്സാട്ടോ, എന്നെ ക്ലീനാ പറയോ. ഞങ്ങൾ പോകുന്നത് SBB, അതായത് റെയിൽവേ സ്റ്റേഷൻ പറയുന്നതാണ് SBB. റെയിൽവേ സ്റ്റേഷനെ കാണുന്നത് പള്ളിപ്പെരുന്നാൾ തോന്നി. ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇതാന്ന് തോന്നുന്നു നമ്മുടെ ട്രെയിൻ. പ്ലാറ്റ്ഫോം കറക്റ്റാണ്. 25 26 സമയത്താണ് ഇത് നിർത്തിയിരിക്കുന്നതാണോ എനിക്കറിയില്ല. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല വെതർ, എല്ലാം നല്ല ആൾക്കാർക്ക് അടിപൊളി. ട്രെയിൻ IR26.4 പ്ലാറ്റ്ഫോം നമ്പർ 4 അല്ല 5 എത്തിച്ചേരുന്നതാണ്. പച്ചപ്പരിഷ്കാരി സ്വാതി, നീ മറ്റേ ട്രാവൽ കാർഡ് എടുത്തു വെച്ചോ? എടുത്തു വെച്ചു. അത് നമുക്ക് സെക്കൻഡ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് അല്ല കേട്ടോ. സെക്കൻഡ് ക്ലാസ് ആണെന്ന് എങ്ങനെ അറിയുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ചോദിച്ചോ. ട്രെയിനിലെ ഗ്രാഫിക്സ് ഉണ്ടോ? പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു. അടിപൊളി ഡബിൾ ടിക്കർ. ലുസറിലോട്ട് പോകാനുള്ള ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വേറൊരു കാര്യം, നമ്മൾ സ്വിസ് ട്രാവൽ പാസ് എടുക്കുമ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്ന് പറഞ്ഞ കാറ്റഗറൈസേഷൻ ഉണ്ട്. അപ്പം സെക്കൻഡ് ക്ലാസ് ആണ് പൊതുവെ എല്ലാവരും നമ്മളൊക്കെ എടുക്കാറുള്ളത്. അപ്പം അതിനകത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. എല്ലാ കമ്പാർട്ട്മെൻറ്റിനകത്തും ഫസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ആണെങ്കിൽ വലിയ അക്ഷരത്തിൽ 1 എന്നും 2 എഴുതിയിട്ടുണ്ട്. 1 ഫസ്റ്റ് ക്ലാസ്, 2 സെക്കൻഡ് ക്ലാസ്. ഇതൊന്നും ഇത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആദ്യമായിട്ട് ചെല്ലുന്നവർക്ക് ഇതൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ട്രെയിന് ഇഷ്ടമല്ല. ഓക്കെ,
അപ്പം നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് 1.5 മണിക്കൂറുണ്ട്, 1 hour 21 minutes കാണിക്കുന്നുണ്ട് ബാസൽ ടു ലുസാൻ. അപ്പം അടിപൊളിയായിട്ട് പോകാം. നല്ല സീനിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. സീനിക്ക് എന്തോ ആവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇവിടെ ഭാഷ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പൊതുവെ ആൾക്കാർ സംസാരിക്കുന്നത് ജർമ്മനും ഫ്രഞ്ചുമാണ്. പക്ഷേ നമുക്ക് ചെല്ലേണ്ട സ്ഥലങ്ങളിലും, അതായത് ഷോപ്പിലാണേലും ട്രെയിനിലാണേലും ബസ്സിലാണേലും ബാക്കിയുള്ള ഒഫീഷ്യൽ സ്ഥലങ്ങളിലൊക്കെ എവിടെയാണേലും പോലും അവർക്കെല്ലാം ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. അവർ നന്നായിട്ട് നമ്മളായിട്ട് ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ച് നമുക്ക് പറഞ്ഞ് കറക്റ്റ് ചെയ്ത് തരും. ഞാനിങ്ങനെ ഒത്തിരി വോയിസ് ഓവർ തന്ന് വെറുപ്പിക്കുന്നില്ല. കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ക്യാമറയ്ക്കകത്ത് കാണുന്ന പോലെ അല്ല, നമ്മൾ ഡയറക്റ്റ് പോയി കാണണം. എന്നാൽ അതിൻ്റെ ആ കംപ്ലീറ്റ് നമുക്ക് അങ്ങോട്ട് ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. ക്യാമറയ്ക്കകത്തൊന്നും ഒന്നുമില്ല. ഇതാണ് ലുസാൻ. അടിപൊളി. അങ്ങനെ ലുസാനിലെത്തി. അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര വലിയതാണ് കേട്ടോ. 3-4 ട്രെയിനുകൾ കിടപ്പുണ്ട്, ഡബിൾ ഡെക്കറും എല്ലാം. അങ്ങനെ ഞങ്ങൾ രാവിലെ ലുസാണിലെത്തി. ലുസാൺ എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലൻഡിൻ്റെ. ഇവിടെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കുറേ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണും കൂടെയാണ്. നമ്മുടെ സമയപരിമിതി കാരണം എല്ലായിടത്തൊന്നും പോകാനും കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഒരു നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം തന്നെ ആയിരുന്നു. എനിക്കൊന്ന് ടൂറിസ്റ്റുകളല്ല കൂടുതലും, അവിടെ ഉള്ള ഒഫീഷ്യൽസ്, അവിടെ ഓരോരുത്തരും ജോലിക്ക് പോകുന്നു വരുന്നു, അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞങ്ങൾ കൂടുതൽ കണ്ടത്. ടൂറിസ്റ്റുകളും ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കി കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നോർമലി സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണുന്ന പോലെ ആ റെയിൽവേ സ്റ്റേഷനിലും അനുബന്ധിച്ച് കുറേ ഒരു ഷോപ്പിംഗ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയ ഷോപ്പിംഗ് സെൻറ്റർ തന്നെയാണത്. അതിനോട് ചേർന്ന് ബസ് സ്റ്റേഷനും എല്ലാം തന്നെ ഉണ്ട്. ആൾക്കാർ വരുന്നു, പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു, പോകുന്നു. നമ്മളതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ് അനാക്ക്. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുവാണെങ്കിൽ വലിയ പൈസയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര വിലയാണ്. ഞാൻ മേടിച്ചിട്ട് വന്നായിരുന്നു, പക്ഷേ ആ സാധനം അല്ലായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ UK ടു അല്ലെങ്കിൽ ഏത് കൺട്രി ടു സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആ ഒരു നോക്കി തന്നെ മേടിക്കണം. അപ്പം ഇവിടെ ഇതിൻ്റെ പ്രൈസ് ഏകദേശം 12.95 സ്വിറ്റ്സർലൻഡ് ഫ്രാങ്കാണ്. അത് ഏകദേശം ഒരു 15 യൂറോളം വരും തോന്നുന്നു. അപ്പം ഒരു യൂറോയിൽ നമ്മൾ മേടിക്കുകയാണെങ്കിൽ 1-2 യൂറോയിൽ അവിടെ കിട്ടും. ഇന്ത്യൻ റുപ്പി ആണെങ്കിൽ 10-20 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ഇത് ഓക്കെ അല്ലേ? അടുത്തൊരു ഇൻഫർമേഷന്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് പോട്ട് നൂഡിൽസ് ഒക്കെ മേടിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് കയറി ഭയങ്കര പൈസ കളയേണ്ട കാര്യമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മൾ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെ നമുക്ക് കെറ്റിൽ കിട്ടും. അതിനകത്ത് വെള്ളം തളിച്ച് ഒരു ഫ്ലാസ്കിനകത്ത് വെച്ചിട്ട് വരുവാണെങ്കിൽ സാധനം മിക്സ് ചെയ്യും. ഓക്കെ, വെൽക്കമൻ ഇൻ ലുസാൻ. വെൽക്കം ടു ലുസാൻ എന്നാണെന്ന് തോന്നുന്നു. ഈ ലുസാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു ഭംഗിയുള്ള ഒരു സിറ്റിയാണ്. അതുപോലെ തന്നെ അതൊരു ചരിത്രപ്രധാനമായ സ്ഥലം കൂടിയാണ്. അവിടെ കുറേ സ്മാരകങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു മെയിൻ സ്മാരകമായ ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. ചാപ്പൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരം കൊണ്ട് നിർമ്മിച്ച ക്ലോസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പാലമാണ് ഇത്. ആ കാണുന്നതാണ് ലോക പ്രശസ്തമായ ചാപ്പൽ ബ്രിഡ്ജ്. എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം കേട്ടോ.
ഈ ചാപ്പൽ ബ്രിഡ്ജ് നിർമ്മിച്ചത് ഡിഫൻസിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് മിലിറ്റൻസിൻ്റെ ഓരോ കാര്യങ്ങൾക്കും നഗര സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് അന്നത്തെ കാലത്ത് ചെയ്തത്. ഇത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ഇതിൻ്റെ കംപ്ലീറ്റ് ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അധികം ഒന്നും പറയുന്നില്ല. ഒത്തിരി തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ടൂറിസ്റ്റുകൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. കൂടുതലും വ്ളോഗേഴ്സ് ആയിരുന്നു. അവരിങ്ങനെ ക്യാമറ വെച്ചിങ്ങനെ പല ഭാഷയിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒത്തിരി വിവരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ചരിത്രത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ വെച്ച് കുറേ ഇന്ത്യൻ മൂവീസിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ സോങ്ങുകളിലൊക്കെ ഈ ഒരു ഏരിയ കണ്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളിയോ ഒരു ഇന്ത്യക്കാരനെയോ എല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ? ഈ സ്വിറ്റ്സർലൻഡിൽ വന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ആദ്യം തപ്പിയത് നമ്മുടെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ എന്നായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാണ് ആ സിറ്റിയുടെ ഒത്ത നടുക്ക് നമ്മുടെ ദേശീയ പതാക അങ്ങനെ ഉയർന്ന് പാറിപ്പറന്ന് നിൽക്കണം. അതങ്ങ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അടുത്തത് ഒരു ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അതായത് ഒരു ലയണിൻ്റെ സ്റ്റാച്യു ഒറ്റക്കല്ലിൽ പണിത് വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു സ്മാരകമാണ്. ഒരു മുറിവേറ്റ സിംഹത്തിനെയാണ് ആ ഒറ്റക്കല്ലിൽ അവർ കുത്തിവെച്ചിരിക്കുന്നത്. കാണുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവും. ആ സിംഹത്തിൻ്റെ ശരീരത്തെ കാണാം ഒരു അമ്പ് കുത്തി കയറിയിരിക്കുന്നത്. ഒരു ഗർജിക്കുന്ന സിംഹത്തിനെ അല്ല കാണുന്നത്, വേദന കൊണ്ട് പൊളയുന്ന ഒരു സിംഹത്തിനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ സിംഹത്തിൻ്റെ കൂടെ കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്തു. ഗുഡ് മോർണിംഗ്. നമ്മൾ പോകുന്നത് എംഗൽസ്ബർഗ്, പിന്നെ മൗണ്ട് ഇറ്റിൽസ്. എംഗൽസ്ബർഗ് വരെ ട്രെയിന്, പിന്നെ കേബിൾ കാർ. ഭയങ്കര തണുപ്പാന്ന് കേട്ടെ, ഭയങ്കര സ്നോഫോളാണ്. നമുക്ക് പോയി കാണാം കേട്ടോ. ഓക്കെ. സാദി എങ്ങോട്ടാ? എന്ത് മഞ്ഞയോ? അങ്ങനെ നമ്മുടെ ട്രെയിൻ കയറി നേരെ എംഗൽസ്ബർഗ്, പിന്നെ അവിടുന്ന് മൗണ്ട് ആൽപ്സ്, മൗണ്ട് ഇറ്റിൽസ്. എങ്ങനെയൊക്കെ നോക്കാം. കേബിൾ കാർ, ട്രെയിന്, ഭയങ്കര ആൽപ്പൈൻ വ്യൂസ് ഒക്കെ എന്നാണ് കേട്ടെ. ചെന്നിട്ട് കാണാം. നല്ല തണുപ്പുണ്ട്, ഭയങ്കര മഞ്ഞാണ്. ഓക്കെ. ഒരു പനോരമിക് ട്രെയിനിൽ തന്നെയായിരുന്നു ഞങ്ങൾ യാത്ര തിരിച്ചത്. നല്ല രസമുണ്ട്. തുടക്കത്തിലൊക്കെ കുറേശ്ശേക്കേ ഉള്ളൂ, പക്ഷേ ഇതൊന്നും അല്ല മോനെ, അങ്ങ് കിടക്കുകയാണ്.
അങ്ങനെ പതിയെ 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 ആ ഒരു പച്ചക്കളറിങ്ങി ഇല്ലാണ്ടാവാൻ പോവുകയാണ്. ശരിക്കും വേറൊരു ലോകത്തെത്തിയ ഒരു ഫീല്. കാണുമ്പോൾ തോന്നും ഭയങ്കര തണുപ്പാണ്. പക്ഷേ ഇപ്പം അയർലൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഞങ്ങൾക്ക് അത്ര വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ ദാണ്ടേ നോക്കിയിരുന്ന ആ എങ്കിൾബർഗ് റെയിൽവേ സ്റ്റേഷൻ കിടിലനായിരുന്നു. പതിവ് പോലെ അടുത്തൊരു റീൽ വെറുപ്പിക്കൽ. जागे न सोता है कुछ कुछ होता है कुछ कुछ होता है कुछ कुछ होता है. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എൻ്റെ മോനെ ഒന്നും പറയാനില്ല. അങ്ങോട്ട് കാണുക, ഭൂമിയിലെ സ്വർഗം എന്താന്ന്. പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് നാച്ചുറലായിട്ട് ആർട്ടിഫിഷ്യലായിട്ടങ്ങ് നടന്നു. എങ്കിൾസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിലും തന്നെ നമുക്ക് മൗണ്ട് ടൈറ്റിൽസിലോട്ടുള്ള ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ സ്വിസ് ട്രാവൽ പാസോ അല്ലെങ്കിൽ ഹാഫ് ഫെയർ ട്രാവൽ പാസോ ഉണ്ടെങ്കിൽ മൗണ്ട് ടൈറ്റിൽസിലോട്ടുള്ള എൻട്രി ഫീസ് നമുക്ക് 50% അടച്ചാൽ മതി. അപ്പോൾ അങ്ങോട്ട് നമുക്ക് കേബിൾ കാർ യൂസ് ചെയ്യാം, റൊട്ടയർ യൂസ് ചെയ്യാം, അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് അങ്ങോട്ട്. അപ്പം സ്കീ ഒക്കെ ചെയ്യുന്നതിന് വേറെ ഫെയർ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇതാണ് കേബിൾ കാർ. ഇവത്തെ കയറിയാണ് നമ്മളൊരു ഹാഫ് വേ മൗണ്ട് ടൈറ്റിൽസ് കീഴടക്കാൻ പോകുന്നത്. നടക്കൊന്നും വേണ്ട, കയറി ഇരുന്നാൽ മതി, നല്ല സുഖമാണ്. വീഡിയോയുടെ ലാസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും പറയാം. അതായത് എങ്ങനെയാണ് ഞങ്ങൾ പോയത്, എത്ര കോസ്റ്റായി, എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പോയിട്ട് വന്നിട്ട് ചെയ്യേണ്ടത്, എല്ലാം ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, കാണുക. ബോറടി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ലാസ്റ്റ് എന്നിട്ട് കണ്ടാലും കേട്ടാലും മതി. എനിക്ക് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ തോന്നില്ല, എല്ലാം നല്ല നല്ല വിഷ്വൽസ് ആയിരുന്നു. അതുകൊണ്ട് ഏത് കളയണം ഏത് വേണ്ട, അതുകൊണ്ട് എല്ലായിടത്തും കിട്ടും. നടന്നു നീങ്ങട്ടെ. നടക്കാൻ പറ്റണ്ടേ?
ഇവിടെ നിന്നാണ് മൗണ്ട് ടൈറ്റിൽസിലോട്ട് പോകാനുള്ള എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കയ്യിൽ ടിക്കറ്റായിട്ടൊരു കാർഡാണ് കിട്ടുന്നത്. കാർഡ് സ്വൈപ്പ് ചെയ്ത് നമുക്ക് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റും. ഇവിടെയും ആദ്യം പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു സർപ്രൈസ് കിട്ടി. അതായത് ഓരോ ക്യാബിനും ഓരോ ഫ്ലാഗാണ്, ഓരോ കൺട്രിയുടെ ഫ്ലാഗാണ്. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു നമ്മുടെ കൺട്രിയുടെ വരുമോ എന്ന് നോക്കി. അപ്പം നോക്കിയപ്പം താണ്ട് വരുന്നടാ മേരാ ഭാരത് മഹാൻ. കോരിത്തെരിച്ച് കഴിഞ്ഞു. രോമാഞ്ചം, ഗൂസ് ബംസ്. ഒരു ക്യാബിൽ 6 പേർക്ക് ഇരിക്കാൻ പറ്റും. അമ്മേ സ്പീഡ് കൊണ്ടേട്ടാ. അയ്യോ നല്ല കിടിലൻ വ്യൂ ആണ് തരുന്നത്. നോക്കുമ്പോൾ നമുക്ക് ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല. നമുക്കൊരു 10,000 ഫീറ്റ് മുകളിലോട്ട് പോകണം. ഇതിപ്പം ഈ കേബിൾ കാർ ഒരു 7,500 ഫീറ്റ് വരെ ഉള്ളൂ. അത് ഒരു സ്റ്റേഷനാണ്. ഇവിടെയുണ്ട് റെസ്റ്റോറൻറ്റുകളും ബാറുകളും അങ്ങനെ കുറച്ച് നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം നമുക്ക് ഇൻ്റർനെറ്റ്, ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യം, ഇതൊക്കെ കുന്നിൻ്റെ മണ്ടേ വരെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് റൊട്ടയറിലാണ്. ഈ കാണുന്നതാണ് റൊട്ടയർ. ഇത് വേൾഡിലെ ഫസ്റ്റ് റിവോൾവിങ് കേബിൾ കാറാണ്. അതായത് ഇങ്ങനെ കറങ്ങി പനോരമിക് വ്യൂസ് തന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് പോകും. ഇവിടെ നിന്ന് ആൾക്കാരെ അകത്തോട്ട് കയറ്റും. ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, സ്റ്റാൻഡ് ചെയ്യണം. അപ്പോൾ കൂടുതൽ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ 10,000 ഫീറ്റ് ഹൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് വേറൊരു സൂത്രം കാണാം കേട്ടോ. ഫുൾ ഐസ് കൊണ്ട് നിർമ്മിച്ച ഒരു കേവ്, ഗ്ലേസിയർ കേവ്. ഒരു വലിയ ഗുഹയാണ്. നമുക്കിങ്ങനെ നടന്ന് പോകാം. ഇത് നാച്ചുറലായിട്ട് ഉണ്ടായതാണ്. അതവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നടക്കുമ്പോൾ നല്ല ഗ്രിപ്പുള്ള ബൂട്ട്സ് ഇല്ലെങ്കിൽ തെന്നി അടിച്ച് താഴെ വീഴും. കണ്ടോ, ഇത് ഐസിനകത്ത് ഒരു പശു. സ്വിറ്റ്സർലൻഡിൽ എവിടെ പോയാലും നമ്മൾ പശുവിനെ കാണാം കേട്ടോ. ഇതാണ് നമ്മുടെ മണി. അത് പശുവിൻ്റെ കഴുത്തെ കെട്ടുന്ന സാധനമാണ്. ഇതാണ് സ്വിറ്റ്സർലൻഡിലെ മെയിൻ സുവനീർ. എല്ലാവരും പോകുമ്പോൾ ഇത് ഓരോന്ന് മേടിച്ചിട്ട് വരും. ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൂ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കാണ്. -1.5 അങ്ങനെ എങ്ങാണ്ടാണ് ഇതിനകത്തൊരു ടെമ്പറേച്ചർ സെറ്റാക്കിയിരിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മൗണ്ട് ടൈറ്റിൽസ് ദ പീക്ക് ടു ബി. ഇവിടെ നമുക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ വലിയൊരു സിംഹാസനം പോലത്തെ ഒരു ചെയറൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. 10,000 ഫീറ്റിന് മുകളിൽ പോയി ഞാനൊരു ബിയർ അടിച്ചു. ഈ 10,000 അടിയുടെ മുകളിൽ നമുക്കെല്ലാം പരിചയമുള്ള 2 പേര് ഇരിപ്പുണ്ട്. ബാ നമുക്ക് കാണാം, ഒന്ന് പരിചയപ്പെടാം. तो ये जाना सनम
प्यार होता है दीवाना सनम तुझे देखा तो ये നമുക്ക് ചെറിയൊരു പ്രൗഡൊക്കെ അടിക്കാനുള്ള ഒരു സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ. ഷാരൂഖ് ഖാനും കാജോളും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന കാണുമ്പോൾ അവിടുത്തെ നിപ്പത്ര സുഖമൊന്നും അല്ല കേട്ടോ. അവിടെ കാറ്റും മഞ്ഞും എല്ലാം കൂടി വന്നിട്ട് നമുക്ക് ശ്വാസം പോലും കിട്ടത്തില്ല. അവിടെ നിന്ന് ഒരു സെക്കൻഡ്സ് നിന്നിട്ടുള്ളൂ, അവിടെ നിന്ന് ഓടുമായിരുന്നു. പക്ഷേ എന്നാലും അവിടെ വരെ എത്തി. അത് വലിയൊരു സംഭവമായിരുന്നു, ഒരനുഭവമായിരുന്നു. ശരിക്കും ഇന്ത്യക്കാർക്ക് അത്യാവശ്യം അഭിമാനിക്കാൻ പറ്റും കേട്ടോ സ്വിറ്റ്സർലൻഡിൽ. അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് കുറേ ഹൈപ്പ് തന്നിട്ടുണ്ട്. നമ്മുടെ വീരേന്ദ്ര സെവാഗ്, അതുപോലെ നാനാ പടേക്കർ. അവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ നമുക്ക് ഒരു ട്രഡീഷണൽ വെയർ തരും. അതൊക്കെ ഇട്ട് നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോട്ടോ ഒന്നും ഇവിടെ വയ്ക്കില്ല, നമുക്കത് ഫ്രെയിം ചെയ്ത് തന്നു വിടും ഭയങ്കര പൈസയ്ക്ക്. ഇവരുടെയൊക്കെ അതവിടെ ഫ്രെയിം ചെയ്ത് വെക്കും. അങ്ങനെ അവിടുത്തെ പരിപാടികളും കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങുകയാണ്. വൈകുന്നേരം 5 മണിയായി. ഇതാണ് ലാസ്റ്റ് കേബിൾ കാർ. 5 മണിക്കാണ് ഓടിപ്പോയി കയറി. അങ്ങനെ മൗണ്ട് ടൈറ്റിൽസിന് ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് താഴോട്ട്. പക്ഷേ ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾക്കത് അത്രയ്ക്ക് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. सब कुछ तेरा जा तेरी सांसें तेरी मेरी आँखों में आंसू तेरे आ गए मुस्कुराने लगे सारे गम तुझे देखा तो ये जाना सनम प्यार होता है दीवाना सनम अब यहाँ से कहाँ അങ്ങനെ മൗണ്ട് ടൈറ്റിൽസിൻ്റെ താഴ്വാരമായ എംഗിൾസ്ബർഗിൽ വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തി. അവിടെ വലിയ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ മഞ്ഞ് മൂടി മൊത്തം. തിരിച്ചു പോകുന്ന വഴി പോലും മനസ്സിലാവുന്നില്ല. ഒന്നും പറയാനില്ല ഗൈസ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞു കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും മാക്സിമം പറ്റുമോ നോക്കും. എങ്ങനെയെങ്കിലും കടം പിടിച്ച് വന്നാലും കുഴപ്പമില്ല. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ക്യാമറയിലൊന്നും കിട്ടില്ല, നമ്മൾ കണ്ടുകൊണ്ട് കാണണം. ഓക്കെ ഓക്കെ. सामने बैठी रहे मैं तुझे देखा करूं तूने आवाज दी देख मैं आ गई प्यार से है बड़ी क्या पसंद तुझे देखा तो ये जाना सनम प्यार होता അങ്ങനെ ഇതിലേക്കോ കറങ്ങി തിരിഞ്ഞ റെയിൽവേ സ്റ്റേഷനിലെത്തി. 2 ഫോണിൻ്റെ ചാർജും തീരാറായി, ഞങ്ങളുടെ ചാർജും തീരാറായി. അതുകൊണ്ട് ഞങ്ങൾ എംഗിൾബർഗിൽ നിന്നും മൗണ്ട് ടൈറ്റിൽസിൽ നിന്നും ഇന്ന് ഇവിടെ പറയുകയാണ്. ഇനിയിപ്പം നമുക്ക് കാണാം ഇൻ്റർലാക്കൽ വെച്ച്.
റിലാക്സിങ് ഡേ ആണ്. ഇൻ്റർലാക്കനിലാണ്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ചെറിയ ഹോട്ടലാണ്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇത് ബാക്കിൽ ഇങ്ങനെ ആൽപ്സ് ഒക്കെ ഇങ്ങനെ നിരന്ന് വയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. കുറച്ചൊക്കെ വീഡിയോയ്ക്കകത്ത് കിട്ടുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇൻ്റർലക്കൻ ആ പേര് പോലെ തന്നെ 2 ലേക്കിന് നടുക്കുള്ള ഒരു വില്ലേജ്, ഒരു സ്വർഗം. കിടിലനാണ്, എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ നമ്മളിപ്പോൾ ആകാശത്തോട്ട് നോക്കുമ്പം ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറന്ന് കിടക്കുന്ന കാണാം. ഇവിടെ ഒരു പാരാഗ്ലൈഡിങ്ങിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്, ഹാർഡർകുളം എന്നാണ് പറയുന്നത്. അത് ടോപ്പ് ഓഫ് ദ യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിലങ്ങോട്ട് കയറി പോകണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു കുത്തനെ ഒരു ട്രാമുണ്ട്, അതിൽ കയറിയാണ് പോകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ട്രാം ഇന്ന് വർക്കിംഗ് അല്ല. സോ ഞങ്ങൾ താഴെ നിന്നാണ് കണ്ടത്. വേണമെങ്കിൽ ഹൈക്ക് ചെയ്തൊക്കെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ മടുത്ത കാരണം പിന്നെ അങ്ങനെ ഹൈക്കിങ്ങിനൊന്നും പോയില്ല. സ്വിറ്റ്സർലൻഡിൽ പിന്നെ എവിടെ തിരിഞ്ഞ് നോക്കിയാലും സ്വിസ് വാച്ചുകൾ, അതുപോലെ തന്നെ വേറൊരു സാധനമാണ് മിലിറ്ററി നൈഫുകൾ. ഇതും ഇവിടെ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ നാട്ടിലോട്ട് പോകുമ്പോൾ മേടിച്ചിട്ട് പോകുന്നതാണ്. അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട്, പക്ഷേ നല്ല കിണ്ണൻ സാധനങ്ങളാണ്. ദോ ആ കാണുന്നൊരു കുന്നിൻ്റെ മണ്ടയില്ലേ, അതാണ് ഹാർഡർകുളം. അങ്ങോട്ട് കയറി പോകുന്നൊരു റെയിൽവേ ട്രാക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് ഇന്ന് ഓപ്പൺ അല്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ. നല്ല ക്ലിയർ വെള്ളം. അയ്യവാ, അങ്ങോട്ട് നോക്കിയാൽ ട്രെയിൻ വരുന്നത്, എന്താ ലുക്ക്! വാവ്. ഓപ്പൺ അല്ലെന്ന് പറഞ്ഞിട്ടും ഒരു മനസ്സമാധാനം ഇല്ലാത്ത കാരണം കയറിപ്പോയി ഒന്നുകൂടി നോക്കി. ശരിക്കും ഓപ്പൺ അല്ല. ഇനി നമുക്ക് ട്രെയിനകത്തൂടെ നമുക്ക് കാഴ്ചകൾ കാണാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഫുട്ടേജുകളൊന്നും കട്ട് ചെയ്തിട്ടില്ല. എനിക്ക് കട്ട് ചെയ്യാൻ മനസ്സ് വരുന്നില്ലാത്തതുകൊണ്ടാണ്.
മഴക്കോള് കണ്ട മതിക്കും ഈ നാട്ടിൽ ഇടത്തോട് പോയും ആറ് കിളിപ്പാട്ട് തേന തുളിക്കും ഈ നാട്ടിൽ കരിക്കാടി പോലും തണിത്തങ്കവും കൊണ്ട് പോരുന്നു ഞാനും നിലാപൊങ്കലായല്ലോ പാടം നീ കുളമ്പൊച്ചമൂളും തുടിത്താളമോടെ നടക്കെന്റെ കാളേ വഴിക്കണ്ണുമായി തിരക്കുന്നു ദൂരെ എനിക്കിഷ്ടമേറും നാട് തണുപ്പോട് മാനാട്ടിൽ നിങ്ങളും വായോ നിലാപൊങ്കലായല്ലോ പാടം നീ എവിടെ ചെന്നാലും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മസ്റ്റ്. എല്ലാ ടൗണുകളിലും ഉണ്ടായിരുന്നു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ വിലയൊക്കെ ഇങ്ങനെ ബോർഡിൽ എഴുതി പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കൂപ്പ്. ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് ഗ്രോസറി ഷോപ്പാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. സൂപ്പർ മാർക്കറ്റാണ്. ഒരു സ്നാക്സിൻ്റെ ഏരിയയാണ്. അത്യാവശ്യം വിശക്കുന്നൊക്കെ ഉണ്ട്. ചായ കുടിക്കുന്ന സമയമായി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് കയറി നോക്കിയതാണ്. വിലയൊക്കെ അത്യാവശ്യം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിച്ചാലേ പറ്റൂ. ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ലഞ്ചും ഡിന്നറും സ്നാക്സും ഒക്കെ നമ്മളിവിടുന്ന് വാങ്ങിയിട്ടങ്ങ് പോയി. ഇവിടുന്ന് വാങ്ങിയിട്ട് പോയ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ് ഇൻ്റർലാക്കിനുള്ള. അത്യാവശ്യം സുവനീർ ഷോപ്പുകൾ, പിന്നെ നമ്മുടെ ലക്ഷങ്ങളും കോടികളൊക്കെ വില വരുന്ന സിസ് വാച്ചുകൾ. ഇതൊരു സുവനീർ ഷോപ്പാണ്. ഇവിടെ കയറി ഞങ്ങൾ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ നെറ്റ്വർക്കിനും ഇൻ്റർനെറ്റിനും വേണ്ടിയിട്ട് ഞങ്ങൾ റോഫ്ലൈ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തത്. അത് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു €15 ക്രെഡിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അൺലിമിറ്റഡ് 5G കവറേജ് എല്ലായിടത്തും തന്നെ കിട്ടുന്നതാണ്. ഇവിടെ മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ ഒറിജിനൽ സ്വിസ് വാച്ചുകളുടെ വമ്പിച്ച കളക്ഷൻ. അതിൻ്റെ കുറേ ഷോറൂംസ് നമുക്ക് കണ്ടിട്ട് പോകാം.
റിലാക്സ്, അവൻ പേര് ഡില്ലി. നടേശ ചീപ്പ് ഷൈനിങ് ആണെന്ന് വിചാരിക്കരുത്. വാച്ച് കാർട്ടിയർ ആണ്. 1.5 ലക്ഷം രൂപ വില വരും. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ 2 പേർക്ക് ഏകദേശം ഒരു 1.5 ലക്ഷം രൂപ ചിലവായി. ഒരു 4 നൈറ്റ്, ഒരു 3.5 ദിവസം. ഞങ്ങളുടെ ഫുൾ ടൂർ പാക്കേജ് സെറ്റ് ചെയ്ത് തന്നത് ChatGPT ആണ്. ChatGPT ചതിച്ചില്ലാശാനെ. ചിലരൊക്കെ ഓർക്കുന്നുണ്ടാവും ഇതിനകത്ത് ഞങ്ങളുടെ ഫുഡിൻ്റെ കണക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തുനിന്ന് ഒരു നയ പൈസയുടെ ഫുഡ് കഴിച്ചിട്ടില്ല. ടോട്ടൽ 4 നൈറ്റ്സ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 ദിവസവും 4 സ്ഥലത്ത് 4 ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ എല്ലാ ഹോട്ടലിലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾ ലഗേജ് എല്ലാം ചുമന്നുകൊണ്ടിങ്ങനെ നടക്കുകയാണല്ലോ എന്ന്. അല്ല, എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മുടെ ലഗേജസ് സേഫായിട്ട് വെക്കാനുള്ള സ്ഥലമുണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന വേറൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത്. ഇതിവിടുത്തെ ഒരു പേര് കേട്ട ഒരു കാസിനോ ആണ്, കാസിനോ കുസാൽ. ഇവിടെ ഒരാൾ ക്യാമറയൊക്കെ വെച്ചിങ്ങനെ ചാരി നിൽപ്പുണ്ട്. നമ്മുടെ സ്വന്തം DDLJയുടെയൊക്കെ സംവിധായകൻ, ദി അംബാസിഡർ ഓഫ് ഇന്റർലാക്കൻ, വൺ ആൻഡ് ഓൺലി അവർ യാഷ് ചോപ്ര. जादू तेरी नजर, खुशबू तेरा बदन, जादू तेरी नजर, खुशबू तेरा बदन, तू हाँ कर या ना कर. അങ്ങനെ മറക്കാനാവാത്ത ഓർമ്മകൾ നെഞ്ചിലേറ്റി സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് യാത്രയാവുന്നു.